ഇന്ന് നമ്മളൊരു മീൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. അതിനായി 1 കിലോ ആഗോലി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു 4 തുടങ്ങി 5 പ്രാവശ്യം വരെ കഴുകിയെടുത്തിട്ടുണ്ട്. അത് കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് 1 ടേബിൾ സ്പൂണ് ഉപ്പ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 മുതൽ 12 അല്ലി വരെ വെളുത്തുള്ളി, 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി. ഇതാണ് നമ്മൾ അതിലേക്ക് അരച്ച് ചേർക്കാനായി പോകുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ച് എടുത്തിട്ട് അത് ഈ മീനിൽ പുരട്ടി പിടിപ്പിക്കാം. എന്നിട്ട് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം ഈ ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ടാണ്. അതിനുശേഷം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെക്കുക. എന്നിട്ട് തീ ഓണാക്കിയിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ പാം ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അത് പകുതി പീസുകൾ അതിലേക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതൊരു 5 മിനിറ്റ് നേരം ഒരു സൈഡ് ഫ്രൈ ചെയ്യണം. അതിനുശേഷം ഒരു തവ ഉപയോഗിച്ച് അത് മറിച്ചിടുന്നു. അത് മറിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട്. കാരണം ഇത് ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു 10 മുതൽ 12 മിനിറ്റ് നേരം ഇത് ഫ്രൈ ചെയ്തെടുത്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അടുത്ത രണ്ടാമത്തെ വീണ്ടും ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. അതും ഇതുപോലെ തന്നെ 10 മുതൽ 12 മിനിറ്റ് നേരം അത് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കാരണം അതിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടാനായിട്ടാണ്. ഈ 2 പ്രാവശ്യം ഫ്രൈ എടുത്ത സാധനങ്ങൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റി നമുക്ക് വയ്ക്കാം. ഇത് ചോറിൻ്റെ കൂടെയും കപ്പ വേവിച്ചതിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ഈ ആഗോലി ഫ്രൈയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.